ശബരിമല മണിമണ്ഡപത്തിൽ കളമെഴുത്തും മാളികപ്പുറത്തു നിന്നും 18-ാം പടി വരെ നായാട്ടുവിളിയും വിളക്കെഴുന്നള്ളിപ്പും നടന്നു. മകരവിളക്ക് മുതൽ 5 നാൾ വരെയാണ് സന്നിധാനത്ത് എഴുന്നള്ളിപ്പ് നടക്കുക. ശബരിമലയിൽ മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് മണിമണ്ഡപത്തിൽ കളമെഴുത്തിനും മാളികപ്പുറത്തു നിന്ന് 18-ാം പടി വരെയുള്ള നായാട്ടുവിളിക്കും വിളക്കെഴുന്നള്ളിപ്പും നടന്നു. മകരവിളക്ക് മുതൽ 5 നാൾ മാളികപ്പുറത്തു നിന്ന് സന്നിധാനത്തേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടാവും. ആദ്യ ദിനത്തിലെ എഴുന്നള്ളിപ്പ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സന്നിധാനത്ത് എത്തി മടങ്ങി. മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിൽ നടക്കുന്ന അത്യപൂർവമായ ഒരു ചടങ്ങാണ് നായാട്ടുവിളി. പദ്യരൂപത്തിലുള്ള അയ്യപ്പ ചരിത്രമാണ് നായാട്ടുവിളി എന്ന് അറിയപ്പെടുന്നത്. എരുമേലി പുന്നമുട്ടി കുടുംബത്തിനാണ് നായാട്ടുവിളിക്കുള്ള അവകാശം. അയ്യപ്പന്റെ ജീവചരിത്രത്തിലെ വന്ദനം മുതൽ പ്രതിഷ്ഠ വരെയുള്ള 576 ശീലുകളാണ് നായാട്ടുവിളിയിൽ ഉൾപ്പെടുന്നത്. പതിനെട്ടാം പടിക്ക് താഴെയുള്ള നിലപാട് തറയിൽ നിന്നാണ് നായാട്ട് വിളിക്കുന്നത്. തെക്കോട്ട് നോക്കി നിന്നാണ് നായാട്ട് വിളിക്കുക. നായാട്ട് വിളിക്കുമ്പോൾ ഓരോ ശീലുകളും ചൊല്ലുമ്പോൾ കൂടെയുള്ളവർ ആചാരവിളി മുഴക്കും. വേട്ടക്കുറിപ്പ് ഉൾപ്പെടെ 12 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. മാളികപ്പുറത്ത് കളമെഴുത്ത് കഴിഞ്ഞാണ് അയ്യപ്പ ഭഗവാന്റെ എഴുന്നള്ളത്ത് സന്നിധാനത്ത് എത്തുന്നത്. യുവാവായ അയ്യപ്പന്റെ വേഷഭൂഷാദികൾ ധരിച്ചാണ് എഴുന്നള്ളിപ്പ് നടക്കുന്നത്. മാളികപ്പുറത്ത് അയ്യപ്പന്റെ ഓരോ ഭാവങ്ങളാണ് ഓരോ ദിവസവും കളമെഴുതുന്നത്. തിരിച്ചുപോയി കളം മായ്ക്കുന്നതോടെ അന്നത്തെ ചടങ്ങ് കഴിയും. ഈ രീതിയിൽ 4 നാൾ മാളികപ്പുറത്തേക്ക് തിരികെ പോകുന്ന എഴുന്നള്ളിപ്പ് അവസാന ദിവസം ശരംകുത്തിയിൽ പോയി തിരികെ മാളികപ്പുറത്ത് മടങ്ങിയെത്തും. അയ്യപ്പൻ തന്നെ ഭൂതഗണങ്ങളെ ഉത്സവശേഷം തിരികെ വിളിക്കാൻ പോകുന്നു എന്നതാണ് ശരംകുത്തിയിൽ പോകുന്നതിന്റെ സങ്കല്പം. പന്തളത്തു നിന്നും തിരുവാഭരണത്തോടൊപ്പം വന്ന കൊടിക്കൂറയാണ് തിടമ്പിനൊപ്പം എഴുന്നള്ളിപ്പിന് ഉണ്ടാവുന്നത്.